ഹായ് ഹലോ വെൽക്കം ടു ആര്യ വ്ളോഗ്സ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാ ഓണം? കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഓണം എന്ന് പറയുന്നത് ദിവസം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടായിരുന്നു പോയത്. ഇന്ന് ആക്ച്വലി ഓഫായിരുന്നു. ഇന്ന് ഓണമായതുകൊണ്ട് ഓഫ് എടുത്തു. സോ രാവിലെ എണീച്ച് ചെറുതായിട്ടൊരു അത്തപ്പൂവെല്ലാം ഇട്ടു. പിന്നെ പുറത്ത് പോയി കഴിക്കാമെന്നുള്ളൊരു മൈൻഡെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഇന്നൊരു ബ്രിസ്റ്റോൺ ആക്കാമെന്ന് വിചാരിച്ചു. ബ്രിസ്റ്റോ എന്ന് പറയുന്നത് സ്വിഗ്ഗിയും സൊമാറ്റോയും പോലത്തെ ഒരു ആപ്പാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. സോ ഈസി അവൈലബിൾ ആയിട്ട് കിട്ടുന്നതുള്ളത് കൊണ്ടാണ് ഞാൻ അതിന്ന് ചൂസ് ചെയ്തത്. സോ പുറത്തുള്ള ഹോട്ടൽസിലെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാ ഹോട്ടൽസും ഫുൾ ഫിൽഡാണ്. സോ അതുകൊണ്ട് വീട്ടിൽ തന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുകയായിരുന്നു ചെയ്തത്. സോ അങ്ങനെയായിരുന്നു എൻ്റെ നോർമൽ ഓണം. അങ്ങനെ പോയി 2026 ഓണം എന്ന് പറയുന്നത്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലതായിട്ട് ഒരു വർഷം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഞാൻ ബ്രിസ്റ്റോന്ന് മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പിക്സ് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക. ബാംഗ്ലൂർ എന്നുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് കുറച്ച് ഈസിയും കൺവീനിയൻ്റ് ആയിട്ടുള്ള വിത്തിൻ 15 മിനിറ്റ്സ് വീട്ടിൽ നമുക്ക് സദ്യ എത്തുന്ന ഒരു രീതിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചു നോക്കി എൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് മേടിച്ച് നോക്കുക, കഴിക്കുക, എൻജോയ് ചെയ്യുക. കാരണം നമുക്ക് ഒരു കൂട്ടം പായസം ഉണ്ടാവും, ഒരു 16 to 17 കറികൾ ഉണ്ടാവും. നല്ല ടേസ്റ്റായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദിസ് ഇസ് മൈ റിവ്യൂ അബൌട്ട് ദ ബ്രിസ്റ്റോ ഓണം സദ്യ. സോ ആരെങ്കിലും ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ അവർ മേടിച്ച് നോക്കുക, കഴിച്ചു നോക്കുക, എൻജോയ് ചെയ്യുക. പിന്നെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ ബിഗ് ബോസ് അഗ്നിപരീക്ഷ തകൃതി പിടിച്ച് നടക്കുന്ന ഒരു സമയമല്ലേ. ഞാനും കാണുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, റിവ്യൂ ഇടാൻ പറ്റിയിട്ടൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാണുന്നുണ്ട്, പക്ഷേ റിവ്യൂ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഓഫ് കുറച്ച് വർക്ക് ഇഷ്യൂസിൻ്റെ കാര്യമായിട്ട് എനിക്ക് പിന്നെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളുടെ ആരുടെയാണ് ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് അഗ്നിപരീക്ഷയിൽ? എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് രാകേഷ് ഏട്ടനാട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ ഇഫ് ഹീസ് ജയിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ പുള്ളിക്കാരൻ പെർഫോം ചെയ്യുക എന്നുള്ളത്. ബാക്കിയുള്ള സെലിബ്രിറ്റീസിൻ്റെ കൂടെ കോമണറായിട്ടുള്ള അവരെങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാനായിട്ട് ഈഗർലി വെയിറ്റിംഗ് ആണ്. സോ എനിക്കൊരു കാര്യം തോന്നുന്നത് വെച്ചാൽ, ഇപ്പോൾ വരുന്ന സെലിബ്രിറ്റീസിന് കുറച്ചൊരു ടഫായിരിക്കും കോമ്പറ്റീഷൻ, കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും അഗ്നിപരീക്ഷയിലുകൂടി ഒരുപാട് പേര് നമ്മൾ കണ്ടസ്റ്റൻസിനെ കാണുന്നുണ്ട്, അവരുടെ കേപ്പബിലിറ്റി കാണുന്നുണ്ട്, അവരുടെ കഴിവുകൾ എല്ലാം നമ്മൾ കാണുകയാണ്. സോ ഒരു സെലിബ്രിറ്റീസിന് ഇതൊരു ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോഴുള്ള കോമണേഴ്സായിട്ട് വന്നിട്ട് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള സംസാരിക്കാനാണെങ്കിലും അതെ, ഫിസിക്കൽ ആക്ടിവിറ്റീസിലാണെങ്കിലും അതെ, ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ആൾക്കാരാണുള്ളത്. സോ അതുകൊണ്ട് സെപ്റ്റംബർ 6 ബിഗ് ബോസ് ഹൗസിലേക്ക് ആരൊക്കെയാണ് കയറുക എന്നുള്ളത് നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റിംഗ് ആണ്. സോ അഗ്നിപരീക്ഷയുടെ ബാക്കി എപ്പിസോഡ്സ് മുടങ്ങാതെ കാണും, ഞാനും കാണും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ്. സോ എല്ലാവരും ബിഗ് ബോസ് അഗ്നിപരീക്ഷ കാണാൻ മറക്കരുത് ഇൻ ജിയോ ഹോട്ട്സ്റ്റാർ.